വെൽക്കം ടു മാർക്ക് പ്ലസ്. എല്ലാവർക്കും മാർക്ക് പ്ലസിലേക്ക് സ്വാഗതം. അമൽ, ഇമ ആൻഡ് തിത്തിരി റീച്ച് ദ ഗാർഡൻ. അമലും ഇമയും തിത്തിരിയും പൂന്തോട്ടത്തിലേക്ക് എത്തി. ഗാർഡനിൽ ഒരുപാട് പൂക്കളുണ്ടല്ലേ? ഏതൊക്കെ പൂക്കളാണുള്ളത്? ബ്ലൂ പീസ്, വൈറ്റ് ലില്ലീസ്, ഷൂ ഫ്ലവർ, മേരിഗോൾഡ്, മുക്കുറ്റി. കൗണ്ട് ആൻഡ് റൈറ്റ്. എണ്ണാം, എഴുതാം. ഇനി ഓരോ പൂക്കളും എത്ര എണ്ണമുണ്ടെന്ന് എണ്ണി നോക്കാം. ഫസ്റ്റ്, ബ്ലൂ പീസ്. ബ്ലൂ പീസ് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കൂ. 1, 2, 3, 4. 4 blue peas. Then white lilies. White lilies എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5. 5 white lilies. Then shoe flower. Shoe flower എത്ര എണ്ണമാണുള്ളത്? 1 shoe flower. ഇനി marigold. Marigold എത്ര എണ്ണമുണ്ട്? 1, 2 marigold. Then last, മുക്കുറ്റീസ്. മുക്കുറ്റീസ് എത്ര എണ്ണമാണുള്ളത്? 1, 2, 3 മുക്കുറ്റീസ്. Then let's sing a song. ഇനി നമുക്കൊരു പാട്ട് പാടാം. 1 shoe flower pretty and red. 2 marigolds orange colored. 3 mukuttis golden yellow. 4 blue peas so beautiful. 5 white lilies on the pond. Friends, Ryan and Avani are coming. റയാനും ആവണിയും വരുന്നുണ്ട്. Let's show them തിത്തിരി. അവർക്ക് തിത്തിരിയെ കാണിച്ചു കൊടുക്കാം. Ryan and Avani came to see തിത്തിരി. റയാനും ആവണിയും തിത്തിരിയെ കാണാൻ വന്നു. I can't see her. Let me feel her. റയാനെ നോക്കൂ, അവനെ കണ്ണു കാണുന്നില്ല, അവനെ കാഴ്ചയില്ല അല്ലേ? അപ്പോൾ അവനെ തിത്തിരിയെ കാണാൻ പറ്റൂല. അപ്പോൾ റയാൻ പറഞ്ഞു, എനിക്കവളെ കാണാൻ പറ്റൂല, ഞാൻ തൊട്ടു നോക്കാം. He kissed തിത്തിരി. So smooth, he said. അവൻ തിത്തിരിയെ തൊട്ടു നോക്കി. നല്ല മിനുസം, അവൻ പറഞ്ഞു. അമൽ brought some toys to play. അമൽ കളിക്കാൻ വേണ്ടി കുറച്ചു കളിപ്പാട്ടങ്ങൾ കൊണ്ടുവന്നു. They grouped similar toys. അവർ ഒരുപോലെയുള്ള ടോയ്സിനെ കൂട്ടങ്ങളാക്കി വെച്ചു. അമലിന്റെ ടോയ്സ് നിങ്ങൾ കണ്ടോ? ഏതൊക്കെ ടോയ്സ് ആണുള്ളത്? ബോളുണ്ട്, വിസിലുണ്ട്, റോബോട്ടുണ്ട്, ബാറ്റ് ഉണ്ട്, ട്രക്ക് ഉണ്ട്, ഡ്രമ്മുണ്ട്, ടോപ്പുണ്ട്. Which of the toys are alike? ഏതൊക്കെ ടോയ്സ് ആണ് ഒരുപോലെയുള്ളത്? Count and write. എണ്ണി നോക്കിയിട്ട് നമുക്ക് കോളത്തിൽ എഴുതാം. ഫസ്റ്റ് നമുക്ക് ടോപ്പ് എണ്ണി നോക്കാം. എത്ര എണ്ണമാണുള്ളത്? എണ്ണി നോക്കാം. 1, 2. ടോപ്പ് ഈസ് 2. Then whistle. ഇനി വിസിൽ എണ്ണി നോക്കാം. How many whistles? 1, 2, 3, 4, 5. 5 whistles. Then next, robot. How many robots are there? 1, 2 robots. Then toy truck. 1, 2 toy truck. Then bat. 1, 2 bats. Ball. 1, 2, 3 balls. The last one, drum. 1 drum. What more to count? ഇനി ഏതാണ് എണ്ണാനുള്ളത്?
doll. How many dolls are there? 1, 2, 3, 4. 4 dolls. Feel and write. How do we write 1? എങ്ങനെയാണ് 1 എഴുതേണ്ടത്? There is a song for it. അതിനൊരു പാട്ടുണ്ട്. നമുക്കത് പാടി നോക്കാം. How do we write 1? This is how we write 1. No curve, no turn, no slant, no bend, a little line. Short and straight, that's a nice one. All for one, one for all. എങ്ങനെയാണ് 1 എഴുതേണ്ടത്? 1ന് വളവും വേണ്ട, തിരിവും വേണ്ട, ചെരിവും വേണ്ട, കുനിവും വേണ്ട. കുത്തനൊരു വര ഇട്ടാൽ മതി. അപ്പോൾ 1 ആയി. To write 2, just feel this picture. 2 എഴുതാൻ വേണ്ടി ഇതിനെ തൊട്ടു നോക്കുക. Ryan moved his finger on the sandpaper card. റയാൻ പേപ്പർ കാർഡിലൂടെ അവന്റെ വിരൽ കൊണ്ട് 2 എന്നെഴുതി. ഓക്കെ ഇമ്മ, ഐ ഗോട്ട് ഇറ്റ് നൗ. 2 എങ്ങനെയാണ് എഴുതേണ്ടത്? ഈ ചിത്രത്തിലൂടെ വിരലോടിച്ചാൽ മതി. They heard a bird crying outside. They went to the garden. അവർക്ക് പുറത്തു നിന്നും ഒരു ബേർഡ് കരയുന്ന ശബ്ദം കേട്ടു. അവർ രണ്ടുപേരും ഗാർഡനിലേക്ക് പോയി. അപ്പോൾ അവർ അവിടെ തിത്തിരിയുടെ അമ്മയെ കണ്ടു. ഹിയർ ഈസ് യുവർ മാം. ഇതാ നിന്റെ അമ്മ. തിത്തിരിയുടെ അമ്മയാണ് പുറത്തു നിന്നും കരഞ്ഞത്. തിത്തിരി വാസ് ബോത്ത് ഹാപ്പി ആൻഡ് സാഡ്. തിത്തിരിക്ക് അമ്മയെ കണ്ടപ്പോൾ സന്തോഷമായി. പക്ഷേ ഇമ്മയെയും അമലിനെയും പിരിയുന്നത് കൊണ്ട് അവൾക്ക് സങ്കടവുമാണ്. ഐ വിൽ കം ടുമോറോ. ബൈ. നമുക്ക് നാളെ കാണാം. എന്നിട്ട് കുഞ്ഞിക്കിളി അമ്മയോടൊപ്പം പോയി. Look at the number in each flower. ഓരോ ഫ്ലവറിലെയും നമ്പർ നോക്കുക. Draw the same number of leaves. എന്നിട്ട് അത്രയും എണ്ണം ഇലകൾ വരയ്ക്കുക. ആദ്യത്തെ പൂവിൽ എത്ര നമ്പറാണുള്ളത്? 2. അപ്പോൾ അതിന് 2 ലീഫ് വരയ്ക്കുക. അതില് 2 ലീഫ് വരച്ചു കൊടുത്തിട്ടുണ്ടല്ലേ. ഇനി അടുത്തത് നമുക്ക് വരയ്ക്കാം. അടുത്തത് എത്ര നമ്പറാണുള്ളത്? 5. അപ്പോൾ നമുക്കതിന് 5 ലീവ്സ് വരച്ചു കൊടുക്കണം. നെക്സ്റ്റ് 4. നെക്സ്റ്റ് ഫ്ലവറില് 4 ആണുള്ളത്. അതിന് നമുക്ക് 4 ലീവ്സ് വരച്ചു കൊടുക്കണം. ദെൻ നെക്സ്റ്റ് 3. അടുത്ത ഫ്ലവറില് 3 ആണുള്ളത്. അപ്പോൾ നമുക്കതിന് 3 ലീവ്സ് വരച്ചു കൊടുക്കണം. എല്ലാവരും വരച്ചു കൊടുക്കുമല്ലോ അല്ലേ? Then next, which are the groups with the same number? Circle them. ഇനി എന്താണ് ചെയ്യേണ്ടത്? കൊക്കകൾ എണ്ണി നോക്കിയിട്ട് ഏത് ഗ്രൂപ്പാണ് ഒരുപോലെയുള്ളതെന്ന് നോക്കുക. എന്നിട്ട് അതിനെ സർക്കിൾ വരയ്ക്കുക. ആദ്യത്തേത് നമുക്ക് എണ്ണി നോക്കാം. 1, 2, 3, 4. ഇതില് 4 ക്രെയിൻസ് ആണുള്ളത്. നെക്സ്റ്റ് 1, 2, 3, 4, 5. ഇതില് 5 ക്രെയിൻസ് ആണുള്ളത്. നെക്സ്റ്റ് 1, 2, 3, 4. ഇതില് 4 ക്രെയിൻസ് ആണുള്ളത്. അപ്പോൾ ഏതാണ് ഒരുപോലെയുള്ള എണ്ണം? ആദ്യത്തേതും മൂന്നാമത്തേതും. അപ്പോൾ നമുക്കതിനെ സർക്കിൾ വരയ്ക്കാം. ലെറ്റ്സ് കളർ. ഇനി നമുക്ക് കളർ ചെയ്യാം. കൗണ്ട് ദ ബേർഡ്സ് ആൻഡ് കളർ. കിളികളെ എണ്ണി നോക്കിയിട്ട് കളർ ചെയ്യാം. 1 ബേർഡിന് വയലറ്റ് കളർ കൊടുക്കണം. 2 ബേർഡ്സിന് ഗ്രീൻ കളർ കൊടുക്കണം. 3 ബേർഡ്സിന് റെഡ് കളർ. 4 ബേർഡ്സിന് ബ്ലൂ കളർ. ആൻഡ് 5 ബേർഡ്സിന് സ്കൈ ബ്ലൂ കളർ കൊടുക്കുക. എല്ലാവരും കളർ ചെയ്തോ? Write these numbers from the largest to the smallest. ഇനി ഈ നമ്പേഴ്സുകളെ ലാർജസ്റ്റിൽ നിന്നും സ്മോളസ്റ്റിലേക്ക് എഴുതുക. വലിയതിൽ നിന്നും ചെറിയതിലേക്ക് എഴുതുക. വലുതേതാണ്?
1 2 3 4 5. ഇതിൽ ഏതാണ് വലുത്? 5. Then 4. Then 3. Then 2 and 1.